ഹായ് ഹലോ നമസ്കാരം, ഞാൻ ഷിജ സുരേഷ്. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ടൈലറിങ് ഷോപ്പാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം, നാളെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ പണിയെടുക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെയാണ്. പെയിൻറ്റിങ്ങൊക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. പുറത്തൊന്നും പണി ഇങ്ങനെ ആൾ നിർത്തിയൊന്നും ചെയ്യിക്കാൻ ഉള്ള ബഡ്ജറ്റ് നമ്മുടെ കയ്യിലില്ല. അതുപോലെ നമ്മൾ തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. വളരെ ചിലവ് ചുരുക്കി എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നതൊക്കെ വേണമെന്ന് വെച്ചാൽ എന്നെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ അല്ലൂട്ടൻ ഇങ്ങനെ ബഹളം വയ്ക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഓടിയും ചാടിയും ഒക്കെ നല്ല രീതിയിൽ ശല്യം ചെയ്യുന്നുണ്ട്. പക്ഷേ പെയിൻറ്റിങ് ചെയ്യുന്നിടത്തൊന്നും വന്നവൻ ശല്യം ചെയ്യുന്നില്ല കേട്ടോ. അവൻ്റേതായ ഒരു ലോകത്ത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിയും ചേട്ടനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പെയിൻ്റ് അടിക്കാൻ. ഞങ്ങളൊക്കെ കൂടെ ചേർന്നിട്ട്, കുട്ടികളും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് പെയിൻ്റ് അടിച്ച് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അവരുടെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഓരോരുത്തർ ഓരോ പണിയിലായിരുന്നു. ഫ്ലെക്സ് സെറ്റ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ തിരക്കിലായിരുന്നു. അപ്പോൾ ക്യാമറ മാനായിട്ട് നമുക്ക് ആളെ കിട്ടിയില്ല, അതാണ് കാര്യം. നമ്മളത് വിട്ടുപോയി ആ തിരക്കിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ പിന്നെ നമ്മൾ പെയിൻ്റ് അടിച്ചു. ഒരു പിങ്ക്, ഒരു ലൈറ്റ് ബേബി പിങ്ക് എന്നൊക്കെ പറയാവുന്ന ഒരു കളറാണ് കേട്ടോ. ലൈറ്റ് പിങ്കാണേ. നമ്മൾ ഡാർക്ക് കളർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കടയ്ക്ക് പ്രകാശം കുറവായിരിക്കും എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അടിപൊളിയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അച്ഛൻ വന്നു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. കണ്ടോ, ഇതാണ് നമ്മുടെ മെഷീൻ. നമ്മുടെ മെഷീനാണ്. നമുക്ക് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമായിരിക്കും നമ്മുടെ മെഷീൻ ഏതാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ അച്ഛൻ വന്ന് പ്രാർത്ഥന തുടങ്ങി. ചേട്ടൻ മെഴുകുതിരിയൊക്കെ കത്തിച്ചു. മുൻപ് ഭൃത്യന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഫലമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തന്റെയും കഴിവിനനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2ഉം വേറൊരുവന് 1ഉം കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് 5 നമ്മുടെ ചെറിയൊരു ചെറിയ ഷോപ്പ് കേട്ടോ. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെയൊക്കെ സ്വപ്നത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയില്ല, അങ്ങനെയാണ്. വലുതായിട്ടൊന്നുമല്ല, ചെറുതായിട്ട് നമ്മുടെ ഉള്ള സാമ്പത്തികം, നമ്മുടെ ഉള്ളൊരു ചുറ്റുപാടിനെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മിനുക്കി പണിത് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനൊരു കാര്യം ചെയ്യണമെന്നുള്ളത് എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു. ഈ ഒരു ചെറിയ സംരംഭം തുടങ്ങാനായിട്ട് നമ്മൾ ഒരുപാട് നാളത്തെ പ്ലാനിങ്ങും ഒരുപാട് നാളത്തെ ചിന്തയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പ്ലാനിങ്ങൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ സംരംഭം തുടങ്ങിയിട്ടുള്ളത്. ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്ന് തുടക്കം കുറിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്കൊരു പ്രചോദനമായിക്കോട്ടെ നമ്മുടെ ഈ സ്ഥാപനമെന്ന് ഞാൻ വിചാരിക്കുന്നു. കടയുടെ കൂതാശയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോയി പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ സന്തോഷമായിട്ട് പിരിഞ്ഞത്. അപ്പോൾ വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും തുടർന്ന്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാതെ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.